വെൽക്കം ബാക്ക് ടു വിറ്റേഴ്സ് ഹെൽപ്പർ. 4th സ്റ്റാൻഡേർഡിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ 2nd ചാപ്റ്ററായ ലീവ്സ് ടു ഹാസ് ടു സേ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗത്തെക്കുറിച്ച് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇന്ന് നാം ചെയ്യാനായി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പയർവിത്തും നെൽവിത്തും ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇവയൊക്കെ മുളപ്പിച്ചു നോക്കിയോ? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നാം ചെയ്യേണ്ടത്. എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ പിക്ചറിലേക്ക് നോക്കൂ. എന്താണ് കാണുന്നത്? അതെ, പീ സീഡിന്റെ ജെർമിനേഷൻ ആണ് അല്ലേ? പീ സീഡ് ആദ്യം മുളച്ചു, അതിൽ നിന്നും എന്തുണ്ടാകുന്നു? താഴോട്ടൊരു പോർഷനാണ് ആദ്യം വരുന്നത്. അതെന്താണ്? അതാണ് ബീജമൂലം. ബീജമൂലം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? റാഡിക്കിൾ. ഓക്കെ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം ബീജശീർഷം അഥവാ പ്ലൂമൂൾ വളർന്നു തുടങ്ങുന്നു. പിന്നീടോ? അതെ, കോട്ടിലിഡൻസ് ബീജപാത്രത്തിൽ നിന്നും എന്ത് വരുന്നു? തളിരിലകളൊക്കെ വളർന്നു വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നാം നിരീക്ഷിച്ച് കണ്ടെത്തിയത്. ഇന്നത്തെ പ്രവർത്തനം എന്താണെന്നറിയാമോ? ഇതിനെക്കുറിച്ച് ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് സീഡാണോ മുളപ്പിച്ചത് ആ സീഡിന്റെ പിക്ചർ വരയ്ക്കുക. അതാണ് ടീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇത് എൻ്റെ മകൻ വരച്ച ഒരു പിക്ചറാണ്. ജെർമിനേഷനെ കുറിച്ച് ഇവിടെ പീ സീഡിന്റെ ജെർമിനേഷൻ പ്രോസസ് ആണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും കണ്ടല്ലോ. ആദ്യം മുളച്ചു തുടങ്ങിയ ഒരു പയർവിത്താണ്. അത് ജസ്റ്റ് മുളച്ച് അതിന് എന്താണ് ആദ്യം വരുന്നത്? റാഡിക്കിൾ, ബീജമൂലം പുറത്തേക്ക് വരുന്നു. അത് താഴേക്ക് വളരുന്നു. പിന്നീട് മുകളിലേക്ക് വളരുന്നത് എന്താണ്? അതെ, മുകളിലേക്ക് വളരുന്നതാണ് ബീജശീർഷം അഥവാ പ്ലൂമൂൾ. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതെ, പിന്നീട് അത് വളർന്ന് എന്തുണ്ടാകുന്നു? തളിരിലകൾ ഉണ്ടാകുന്നുണ്ട്. നോക്കിക്കോളൂ, ഈ ഇലകൾക്ക് ആവശ്യമായ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ബീജപാത്രത്തിൽ നിന്ന്, കോട്ടിലിഡണിൽ നിന്നാണ് ഈ ഇലകൾക്ക് ആവശ്യമായ എനർജി കിട്ടുന്നത്. ഇലകൾ വളർന്നു തുടങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യും? ഈ കോട്ടിലിഡൺ അഥവാ ബീജപാത്രം ചുരുങ്ങുന്നു. ഇത്രയും പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കോട്ടിലിഡന്റെ മുകളിൽ മാത്രമേ ലീവ്സ് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മകൻ വരച്ചപ്പോഴേ ആദ്യം കോട്ടിലിഡന്റെ താഴെയും അവനൊരു ലീഫ് വരയ്ക്കാനായി ശ്രമിച്ചു. ഞാനത് റബ്ബ് ചെയ്തിട്ടുണ്ട്, എന്നാലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, കോട്ടിലിഡന്റെ മുകളിലായിട്ട് മാത്രമേ ലീവ്സ് വരയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ പീ സീഡ് അത്തരത്തിലുള്ള സീഡുകളുടെ ജെർമിനേഷൻ പ്രോസസ്സിൽ നമുക്ക് ലീവ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും കാണാനായിട്ട് സാധിക്കും. 2 കോട്ടിലിഡൻസ്, 2 ബീജപാത്രങ്ങൾ 2 സൈഡിലായി കാണും. എന്നാൽ നെൽവിത്തില്ലേ, അതുപോലെയുള്ള കുറച്ച് വിത്തുകൾ ജെർമിനേഷൻ പ്രോസസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? അവയ്ക്ക് ഒരേ ഒരു ബീജപാത്രം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാം വരച്ച് കാണിക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി. എന്താണെന്ന് അറിയാമോ? അതിനു മുൻപ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 25 എടുത്തോളൂ. അവിടെയാണ് നമുക്ക് ഈ പ്രവർത്തനം കാണാൻ കഴിയുക. എടുത്തോ എല്ലാവരും? ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു പാഡി സീഡ്, നെൽവിത്ത്, അതിന്റെ അനുഭവം പറയുകയാണ്. അതിന്റെ കഥ പറയുന്നു. എന്താണെന്ന് നോക്കിക്കോളൂ. I was born as the daughter of a group of mothers who lived happily. ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. There were many of us on mother's grain stalk. ആ അമ്മയുടെ കതിർക്കുലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. Some of us were eaten by a pest, ചാഴി. ഞങ്ങളിൽ കുറെ പേരെ എന്ത് കഴിച്ചു? ചാഴി എന്ന ജീവി ആഹാരമാക്കി. The rest of us grew up strong and ripened. ശേഷിച്ചവർ കരുത്തോടെ വളർന്ന് പാകമായി. Farmers reaped our mothers who bore us bright and golden in their hands, threshed and cleaned them.
സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുമന്ന് നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. It was from there that I reached Arun's house. അവിടെ നിന്നുമാണ് ഞാൻ അരുണിന്റെ വീട്ടിലെത്തിയത്. When we were laid in the sun on a mat to dry, I was scattered to a corner in the yard. ഞങ്ങളെ ഉണക്കാനിട്ട പായിൽ നിന്ന് ഞാൻ തെറിച്ച് മുറ്റത്തിന്റെ മൂലയിൽ വീണു. With the summer rain, I started changing all over. വേനൽ മഴ കിട്ടിയതോടെ എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇത് ഒരു നെൽവിത്ത് അതിന്റെ സ്വന്തം കഥ പറയുകയാണ്. ഇനി നമുക്കിത് മലയാളത്തിൽ ഒന്ന് നോക്കാം. അതിനുശേഷം ആക്ടിവിറ്റിയെ കുറിച്ച് പറയാം. നോക്കിക്കോളൂ, കഥ പറയുന്നത് ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ കതിർക്കൊലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരെ ചാഴി എന്ന ജീവി ആഹാരമാക്കി. ശേഷിച്ചവർ കരുത്തോടെ വളർന്ന് പാകമായി. സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുമന്ന് നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. അവിടെ നിന്നുമാണ് ഞാൻ അരുണിന്റെ വീട്ടിലെത്തിയത്. ഞങ്ങളെ ഉണക്കാനിട്ട പായിൽ നിന്ന് ഞാൻ തെറിച്ച് മുറ്റത്തിന്റെ മൂലയിൽ വീണു. വേനൽ മഴ കിട്ടിയതോടെ എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതുപോലെ നമുക്കും ഒരു സീഡിന്റെ കഥ എഴുതി നോക്കാം. ഇവിടെ നമ്മളൊരു പീ സീഡിന്റെ കഥയാണ് പറയുന്നത്. പയറ് വിത്ത് വളർന്ന് പയറ് ചെടിയായ കഥ. നോക്കിക്കോളൂ. I was sitting in the tin at Chinnu's house with my friends. ഞാന് ചിന്നുവിന്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. That's when Chinnu's mother put me and some of my friends in the water to make curry the next day. അപ്പോഴാണ് ചിന്നുവിന്റെ അമ്മ വന്ന് എന്നെയും എൻ്റെ കൂട്ടുകാരെയും അടുത്ത ദിവസം കറി വെക്കുന്നതിന് വേണ്ടി വെള്ളത്തിലിട്ടു. We felt good when we lay in the water. ഞങ്ങൾക്ക് വെള്ളത്തിൽ കിടന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായിരിക്കും കാരണം? Haven't we seen water for a long time? ഞങ്ങൾ വളരെ കാലമായി വെള്ളം കണ്ടിട്ടേ ഇല്ലായിരുന്നു. വെള്ളത്തിൽ കിടന്നിട്ട് കുറേ നാളായി. After lying like that for a while, my whole appearance changed. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കിടന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. I was a dried pea and I swelled and became beautiful. ഒരു ഉണങ്ങിയ പയർവിത്തായിരുന്ന ഞാൻ ചീർത്ത് വീർത്ത് സുന്ദരിയായി മാറി. നമുക്കറിയാമല്ലോ, ഉണങ്ങിയ പയറ് വെള്ളത്തിലിട്ട് കുറെ നേരം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? വെള്ളത്തിൽ കുതിർന്ന് അത് വീർത്ത് വരുന്നത് നമുക്ക് കാണാം അല്ലേ? ബാക്കി നോക്കാം. By then, radicle had sprouted in me. അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്നിൽ റാഡിക്കൽ സ്പ്രൗട്ട് ചെയ്തു. റാഡിക്കൽ എന്താണ്? ബീജമൂലം അല്ലെ? My mother washed and cleaned us several times and put us in a bowl. അമ്മ എന്താണ് ചെയ്തത് അതിനുശേഷം? നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും അമ്മ എന്ത് ചെയ്തു? കറി വെക്കുന്നതിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും നല്ലതുപോലെ ഒരുപാട് പ്രാവശ്യം കഴുകി പാത്രത്തിനകത്താക്കി, ഒരു ബൗളിനകത്താക്കി അല്ലേ? ബട്ട് ലക്കിലി ഐ വാസ് ലെഫ്റ്റ് എലോൺ ഇൻ ദ വാട്ടർ. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ അപ്പോഴും വെള്ളത്തിൽ തന്നെ ശേഷിച്ചു അല്ലേ? ഞാന് കറി വെക്കാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ഞാൻ അകപ്പെട്ടില്ല അല്ലേ? സോ ഐ ലാൻഡഡ് വിത്ത് ദ വേസ്റ്റ് വാട്ടർ. അങ്ങനെ ഞാൻ വേസ്റ്റ് വാട്ടറിനോടൊപ്പം അമ്മ കഴുകിയ ബാക്കി വെള്ളം ഉണ്ടല്ലോ അതോ കമിഴ്ത്തി കളഞ്ഞപ്പോൾ അങ്ങനെ ഞാനും വെള്ളത്തിൽ വീണു. മണ്ണിലേക്ക് വീണു. Once in the soil, I began to grow vigorously. ഞാൻ മണ്ണിൽ അകപ്പെട്ടതോടെ ഞാൻ എന്ത് ചെയ്തു? വളരെ ശക്തമായി വളരാൻ തുടങ്ങി. So the plumule grew out of cotyledons and sprouted. അപ്പോൾ എന്ത് സംഭവിച്ചു? ബീജശീർഷം ഉണ്ടായി. ബീജശീർഷം എന്താണ്? പ്ലൂമോൾ അല്ലേ? ഉണ്ടായി. ദെൻ എന്ത് കാണപ്പെട്ടു? നമ്മുടെ കോട്ടിലിഡൻസ് ഒക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങി. സോ ഐ ഗ്രൂ അപ്പ് ഹാപ്പി. ഞാൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടെ അങ്ങനെ വളർന്നു. എൻ്റെ കോട്ടിലിഡൻസിൽ നിന്നും പുതിയ തളിരിലകളൊക്കെ വന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ വളർന്നു. ഇനി നമുക്ക് ഇതേ ആൻസർ മലയാളത്തിൽ നോക്കാം. നോക്കിക്കോളൂ.
പയറുചെടി. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ചിന്നുവിൻ്റെ വീട്ടിലെ ടെന്നിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചിന്നുവിൻ്റെ അമ്മ പിറ്റേ ദിവസം കറി വെക്കുവാൻ വേണ്ടി എന്നെയും എൻ്റെ കുറേ കൂട്ടുകാരെയും കൂടി വെള്ളത്തിലിട്ടത്. വെള്ളത്തിൽ കിടന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നി. കുറെ കാലം കൂടി വെള്ളം കണ്ടതല്ലേ. അങ്ങനെ കുറെ നേരം കിടന്നപ്പോൾ എൻ്റെ മട്ടും ഭാവവും ആകെ മാറി. ഒരു ഉണക്കപ്പയറ് വിത്തായിരുന്ന ഞാൻ ചേർത്ത് വീർത്ത് സുന്ദരിയായി. അപ്പോഴേക്കും എന്നിൽ ബീജമൂലം മുളച്ചിരുന്നു. അമ്മ കുറെ തവണ ഞങ്ങളെ കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ടു. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ മാത്രം വെള്ളത്തിൽ അവശേഷിച്ചു. അങ്ങനെ ഞാൻ പാഴ്വെള്ളത്തോടൊപ്പം മണ്ണിലെത്തിയതോടെ ഞാൻ ശക്തമായി വളരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബീജപാത്രത്തിൽ നിന്നും ബീജശീർഷം വളർന്ന് തളിരിലകൾ ഉണ്ടായി. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ വളർന്നു. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയ ഒരു വിത്തിന്റെ കഥ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ നെൽവിത്തിന്റെ ആണെങ്കിൽ അങ്ങനെ ഏത് സീഡിന്റെ ആണോ കഥ എഴുതുന്നത് അതിനനുസരിച്ച് വൃത്തിയായി എല്ലാവരും എഴുതുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് വൺ മോർ തിങ്, ഒരു ഗ്രൂപ്പ് തുടങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻഫോം ചെയ്യാം കൃത്യമായിട്ടും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഈ കൂട്ടായ്മയിലെ കൂടുതൽ ആൾക്കാരും കുട്ടികളുടെ അമ്മമാരാണ്, ലേഡീസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരും തന്നെ കമന്റ് ബോക്സിൽ അവരവരുടെ നമ്പർ എനിക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്യേണ്ട. ഇപ്പോൾ ഞാൻ 1-2 കണ്ടിരുന്നു, ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തും. കൂടാതെ തന്നെ ഞാൻ ഏത് വീഡിയോയിലാണോ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടും എടുത്ത് പറയുകയും ചെയ്യും. ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. സീ യു അഗൈൻ. ബൈ.